കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സംഭവിച്ചതെല്ലാം കേട്ട് ഹെരോദോസ് രാജാവ് പരിഭ്രാന്തനായി. എന്നാൽ യോഹന്നാൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ചിലരും, ഏലിയ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് മറ്റു ചിലരും, പണ്ടത്തെ പ്രവാചകന്മാരിൽ ഒരുവൻ ഉയർത്തു വന്നിരിക്കുന്നു എന്ന് വേറെ ചിലരും പറഞ്ഞിരുന്നു. ഹെരോദോസ് പറഞ്ഞു, ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു. പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത്? അവൻ ആരാണ്? അവനെ കാണാൻ ഹെരോദോസ് ആഗ്രഹിച്ചു. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശ്വാസത്തിലേക്ക് സ്നേഹമുള്ളവരെ, ഇന്ന് തിരുസഭാ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷങ്ങളിൽ പലയിടത്തും പലരും യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിന്റെ ജനന സമയത്ത് അവിടുത്തെ അന്വേഷിച്ചിറങ്ങിയ ആട്ടിടയരും അതുപോലെ വിജ്ഞാനികളുമെല്ലാം യേശുവിനെ കാണാൻ ആഗ്രഹിച്ചത്. അതുപോലെ യേശുവിനെ കൂടുതലായി കാണുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് സക്കേവൂസ്. യേശുവിനെ കാണുവാൻ വേണ്ടി ഒരു മരത്തിന്റെ മുകളിൽ കയറി അവൻ കാത്തിരുന്നു. അങ്ങനെ യേശുവിന്റെ പ്രത്യേകതകൾ അറിഞ്ഞ പലരും യേശുവിനെ ഒരു മാത്രം കാണുവാനും യേശുവിനെ ഒന്ന് അനുഭവിക്കുവാനും ആഗ്രഹിച്ചവരാണ്. അവരെല്ലാവരും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചത് ഇവന് മറ്റവരിൽ നിന്നും എന്തോ പ്രത്യേകതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. ആ ഒരു പ്രത്യേകത തീർച്ചയായും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായിരിക്കും എന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ യേശുവിനെ ഒന്ന് കാണുവാൻ, യേശുവിനെ ഒന്ന് അനുഭവിക്കുവാൻ അവർ ഓരോരുത്തരും ആഗ്രഹിച്ചു. യേശുവിനെ കുറിച്ച് ഇതുപോലെ പ്രശസ്തമായ ഓരോ കാര്യങ്ങളും സംഭവിച്ചു കൊണ്ടിരുന്നപ്പോൾ, അവന്റെ ഖ്യാതി എല്ലാ ഇടങ്ങളിലേക്കും വ്യാപിച്ചു കൊണ്ടിരുന്നപ്പോൾ പലയിടങ്ങളിൽ നിന്നും യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച് കടന്നു വന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. ജെറിക്കോയിലൂടെ ഉള്ള യാത്രാമധ്യേ തങ്ങളുടെ മുന്നിലൂടെ കടന്നു പോകുന്നത് യേശുവാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ അന്ധയാചകൻ പോലും യേശുവെ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ ചെന്ന് അവരുടെ ആഗ്രഹം, ഞങ്ങൾക്ക് വീണ്ടും സുഖം പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ട് എന്ന് അറിയിക്കുന്നത് നമുക്ക് കാണുവാം. അതുപോലെ കുഷ്ഠരോഗി, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ അവന് യേശുവിന് എന്തോ പ്രത്യേകതയുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിച്ചതുകൊണ്ടാണ് അതുപോലെയുള്ള ഒരു അപേക്ഷ അവന്റെ മുമ്പിൽ സമർപ്പിക്കുന്നത്. യേശുവിന് ഒത്തിരിയേറെ രോഗശാന്തി നൽകുവാനുള്ള കഴിവുണ്ട് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, താനൊരു പാപിനിയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവളെ ഒന്ന് കാണുവാൻ, അനുഭവിക്കാൻ ആഗ്രഹിച്ച മഗ്ദലേന മറിയം സിമിയോന്റെ ഭവനത്തിൽ യേശു വിരുന്നിലിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് പോലും ചിന്തിക്കാതെ യേശുവിനെ തേടിയിറങ്ങുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. രക്തസ്രാവം ബാധിച്ച ആ സ്ത്രീ യേശുവിനെ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും എന്ന് തിരിച്ചറിഞ്ഞവളാണ്. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിക്കും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ അവൾ യേശുവിനെ സമീപിച്ചു. ശതാധിപൻ തന്റെ വൃത്തിന് രോഗം വന്നപ്പോൾ ആദ്യം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന പേരും യേശുവിൻ്റേത് തന്നെയാണ്. ആ യേശുവിന് എന്റെ വൃത്തിനെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന തിരിച്ചറിവിൽ യേശുവിനെ തേടി ഇറങ്ങുന്ന ശതാധിപനെ നമുക്ക് കാണുവാൻ സാധിക്കും. അതേസമയം യേശു തന്റെ ഭവനത്തിലെ അടുക്കലായപ്പോൾ തന്നെ ആളുകളെ വിളിച്ചു പറയുന്നുണ്ട്. കാരണം തന്റെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ വേണ്ടി യോഗ്യത തനിക്കില്ല എന്ന തിരിച്ചറിവ് അവനെ യേശുവിനെ തടയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ജായിറോസിന്റെ മകളെ സുഖപ്പെടുത്തുവാനും യേശുവിനെയാണ് അവൻ സമീപിക്കുക. അങ്ങനെ സുവിശേഷങ്ങളിൽ പലയിടത്തും പലരും യേശുവിനെ അറിയുവാനും അനുഭവിക്കുവാനും ആഗ്രഹിച്ചവരാണ്. അവർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ സംഭവിച്ചു. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിൽ യേശുവിനെ കുറിച്ച് അറിയുമ്പോൾ പരിഭ്രാന്തനായിട്ട് മാറുന്ന ഹെരോദോസിനെയാണ് നമ്മൾ കാണുക. യേശുവിൻ
യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചു. അവൻ ആരാണ്? അവനെ കാണുവാൻ അവൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചു എന്ന് ഇന്നത്തെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് നമ്മൾ കാണുമ്പോൾ, തുടക്കത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് അവനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഹെരോദോസ് പരിഭ്രാന്തനായിട്ട് മാറി. ഭയത്തോടെയാണ് യേശുവിനെ കാണുവാൻ അവൻ ആഗ്രഹിച്ചത്. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഹെരോദോസിന്റെ ജീവിതത്തിൽ ഈ ഒരു ഭയം കടന്നു വന്നത്? കാരണം അവൻ പാപം ചെയ്ത വ്യക്തിയായിരുന്നു. ഞാൻ യോഹന്നാന്റെ ശിരസ്സ് ഛേദിച്ചു എന്ന് അവൻ പറയുമ്പോൾ, അവനേക്കാൾ വലിയ ഒരു പ്രവാചകൻ കടന്നു വന്നപ്പോൾ എപ്രകാരമാണ് തന്റെ ജീവിതത്തെ അത് ബാധിക്കാൻ പോകുന്നത് എന്നാണ് അവൻ ചിന്തിച്ചത്. യോഹന്നാൻ ഹെരോദോസിന്റെ ജീവിതം തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല, തെറ്റാണ് എന്ന് അവന്റെ മുമ്പിൽ വിളിച്ചു പറഞ്ഞവനാണ്. അവസാനം യോഹന്നാനെ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കുമ്പോഴും അവനൊരു ദൈവപുരുഷനാണ് എന്ന ബോധ്യം ഹെരോദോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവനെ വധിക്കുവാൻ ആദ്യം അവന് കഴിഞ്ഞില്ല. അവൻ ജനങ്ങളെ ഭയപ്പെട്ടു. കാരണം ജനങ്ങളെല്ലാം തന്നെ യോഹന്നാനെ ഒരു പ്രവാചകനായിട്ട് അംഗീകരിച്ചിരുന്നു എന്ന് അവൻ അറിയാമായിരുന്നു. അതിനാൽ തന്നെ അവന്റെ പ്രബോധനങ്ങൾ കേൾക്കുവാൻ അവന് താല്പര്യമുണ്ടായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ താൻ കൊടുത്ത ഒരു വാക്കിന്റെ പേരിൽ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി അവന്റെ ശിരസ്സ് ഛേദിക്കുന്ന അവസ്ഥയിലേക്ക് ഹെരോദോസ് രാജാവ് എത്തി. ഇന്ന് ഇതാ യേശുനാഥനെ കുറിച്ച് കേൾക്കുമ്പോൾ അവനറിയുന്നത് എന്താണ്? ഇവിടെ ഞാൻ വധിച്ച യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന ചിലർ പറയുന്നത് ഏലിയ ആണെന്ന് പറയുന്നു, അല്ലെങ്കിൽ പണ്ടത്തെ പ്രവാചകരിൽ ഒരുവൻ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്നു. ഇതെല്ലാം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തെ ബാധിക്കുന്നത് എന്ന് മാത്രമാണ് അവൻ ചിന്തിക്കുന്നത്. തൻ്റെ പാപാവസ്ഥകളെ തൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടും അത് തിരുത്താൻ തയ്യാറാകാതെ അതിൽ തന്നെ തുടരുവാൻ ആഗ്രഹിച്ച വ്യക്തിയാണ് ഹെരോദോസ്. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആദത്തിൻ്റെയും ഹവ്വയുടെയും കഥ. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ദൈവത്തോടൊപ്പം എപ്പോഴും സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടായിരുന്നു. ദൈവത്തിനോടൊപ്പം വളരെ ഫ്രീ ആയിട്ട് ഇടപെടുവാനുള്ള എല്ലാ അവസരങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു. ഉൽപ്പത്തി 2:25 പറയുന്നുണ്ട്, അവർ പൂർണ്ണമായും നഗ്നരായിട്ട്, പക്ഷേ അവർക്ക് ലജ്ജ തോന്നിയില്ല. കാരണം അവർ അത്രമാത്രം ഫ്രീഡം അനുഭവിച്ച വ്യക്തികളാണ്. എന്നാൽ ദൈവം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കാതെ വന്നപ്പോൾ, വിലക്കപ്പെട്ട വൃക്ഷത്തിൽ നിന്നും അവർ ഫലം കഴിച്ചപ്പോൾ അവരുടെ ജീവിതത്തിലേക്ക് ഭയം കടന്നു വരുന്നതാണ് നമ്മൾ പിന്നീട് കാണുക. ഏദൻ തോട്ടത്തിൽ പതിവ് പോലെ ദൈവം ഉലാത്തുവാൻ വേണ്ടി കടന്നു വന്നപ്പോൾ ദൈവത്തെ ഒന്ന് ഫേസ് ചെയ്യുവാൻ പോലും കഴിയാതെ അവർ ഒളിച്ചിരിക്കുന്നതായിട്ടാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുക. കാരണം അവരുടെ ജീവിതത്തിൽ പാപം കടന്നു വന്നപ്പോൾ ഭയമുണ്ടായി. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലുള്ള എല്ലാ അൾത്താരയിലും ഈശോ ജീവിക്കുന്നുണ്ട്. ഈശോയെ അന്വേഷിച്ച് നമ്മൾ ഓരോരുത്തരും കടന്നു വരുമ്പോൾ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ദൈവത്തെ സമീപിക്കുന്നത്? ഞാൻ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള ഒരു പേടിയാണോ എൻ്റെ മനസ്സിലുള്ളത്? അതോ ഞാൻ ചെയ്ത തെറ്റുകൾ ഒളിച്ചു വെക്കാനുള്ള ഒരു വ്യഗ്രതയാണോ യേശുവിനെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരെയും മനസ്സിലേക്ക് കടന്നു വരുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ മുമ്പിൽ ഭയത്തോടെയല്ല നമ്മൾ ഓരോരുത്തരും നിൽക്കേണ്ടത്. അതിന് നമ്മുടെ ജീവിതം വിശുദ്ധിയിലേക്ക് കടന്നു വരണം. വിശുദ്ധിയോടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് ഒരിക്കലും ഭയക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയം വിശുദ്ധിയിലാണുള്ളതെങ്കിൽ തീർച്ചയായും ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷം മാത്രമാണ് ഉള്ളത്. അതിന് നമുക്ക് ആദ്യം ദൈവസ്നേഹം എന്താണെന്ന് അറിയുവാൻ സാധിക്കണം. ആ ദൈവസ്നേഹത്താൽ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങൾ നിറയപ്പെടണം. ദൈവസ്നേഹത്താൽ നിറയപ്പെടുന്ന ഹൃദയങ്ങൾ ദൈവത്തെ കാണുമ്പോൾ ആനന്ദിക്കും. ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ആ ഒരു സന്തോഷം അവരുടെ ജീവിതത്തിലുണ്ടാകും. നിർമ്മലമായ മനസ്സോടെ അന്വേഷിക്കുന്നവർക്ക് എന്നും സന്തോഷത്തോടെ ആയിരിക്കുവാൻ സാധിക്കും. ഇന്ന് ഈ ദിവ്യബലിയിലായിരിക്കുമ്പോൾ ഹെരോദോസിനെ പോലെ പാപാവസ്ഥയിലല്ല നമ്മൾ ദൈവത്തെ അന്വേഷിക്കേണ്ടത്. ഹെരോദോസിനെ പോലെ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ഭയക്കേണ്ടവരല്ല, പരിഭ്രാന്തരാകേണ്ടവരല്ല നമ്മൾ ഓരോരുത്തരും. മറിച്ച് നമ്മുടെ ഹൃദയം നിർമ്മലമാക്കി കഴിഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ആ സാന്നിധ്യത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷവും സമാധാനവും നിറയും. ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നത്തെ ദിവ്യബലിയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.